ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ യുദ്ധഭൂമികളുടെ മേൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഗ്നി ആ ഇടങ്ങളിൽ ഇറങ്ങട്ടെ. യുദ്ധവീരന്മാരായ എല്ലാ രാഷ്ട്രത്തലവന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി അവരെല്ലാം അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. പൂർണ്ണമായ ഒരു സമാധാനം, ദൈവിക സമാധാനം എല്ലാ മനുഷ്യരും അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. പ്രൈസ് ദി ലോർഡ് സഹോദരങ്ങളെ. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലെ 26 മുതൽ നമ്മൾ നോക്കിയാൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അതിൻ്റെ അവസാന ഭാഗമാണ്. ദൂതൻ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. മാതാവ് പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഇതെങ്ങനെ സംഭവിക്കും? ഇതെല്ലാം ചോദിച്ചപ്പോഴും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈ ഒരു ദൂതൻ്റെ അരുളിപ്പാടിനെ പൂർണ്ണമായും ആമേൻ പറഞ്ഞ സമയമാണ് വിശുദ്ധ ലൂക്ക 1:38 നമ്മൾ കാണുന്നത്. മാതാവ് പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ദൈവ തിരുമനസ്സിന്. നമുക്കൊക്കെ ഇല്ലാതെ പോകുന്നതും ഇതാണ്. പൂർണ്ണമായ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഹിതം നിറവേറാനായിട്ടാണ്. ഈശോയുടെ ഇഷ്ടം നിറവേറാൻ വേണ്ടി ഇന്നു മുതൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഈശോയുടെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. അപ്പോൾ ഈശോ എന്താഗ്രഹിക്കുന്നുവോ അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, തലമുറകളിൽ ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത് എന്തു തന്നെ ആയിക്കോട്ടെ. അപ്പം നമുക്ക് ആകുലതയില്ല, ഉത്കണ്ഠയില്ല, അസ്വസ്ഥതകളില്ല. കാരണം നടക്കേണ്ടത് ഈശോയുടെ ഇഷ്ടമാണ്. ഈശോ നമുക്ക് മോശമായത് എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. ഈശോ സ്നേഹമാണ്. സൃഷ്ടിച്ച കർത്താവ് നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു, നമ്മളെ പരിപാലിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ഇഷ്ടം നിറവേറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പലപ്പോഴും അസ്വസ്ഥതകളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണമായിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം, വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്യണത് നമ്മളുടേതായ കാഴ്ചപ്പാടുകൾ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടുകൾ നമ്മൾ പാടെ മാറ്റിയിട്ട് ഈശോയെ, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഗ്നി ഇറങ്ങി കാര്യങ്ങളെല്ലാം ശുദ്ധീകരിക്കുകയും അവിടെയെല്ലാം വലിയ ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. നമുക്കിന്നു മുതൽ അങ്ങനെ പരിശുദ്ധ ദൈവമാതാവ് പ്രാർത്ഥിച്ചതുപോലെ, മാതാവ് സമർപ്പിച്ചതുപോലെ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറട്ടെ. ആമേൻ.